വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആനക്കോട്ടയിലാണ്. എൻ്റെ ഉപ്പുണ്ട്, ഉമ്മയുണ്ട്, ഞാൻ ഉമ്മല്ല എൻ്റെ ഉപ്പുണ്ട്, എൻ്റെ ഉണ്ണിയുണ്ട്, ഞാനുണ്ട് ഗൈസ്. അങ്ങനെ നടക്കുകയാണ്. പിന്നെ ഒന്നുമില്ല, ഇതൊരു അമ്പലം തോന്നുന്നു ഗൈസ്, അമ്പലം തോന്നുന്നു. പിന്നെ അത് കണ്ട ഒരു ആന ഗൈസ്, നല്ല വലിയ ഒരു ആന, കൂട്ടത്തിൽ ഏറ്റവും വലിയ ആനയായിട്ട് തോന്നി. നല്ല കൊമ്പുണ്ട്, നല്ല വലുത്. ഏതാണ്ട് സിൽമൻ്റെ വീടാന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ ഉപ്പ പറഞ്ഞത് അങ്ങനെയാണ്. കുറേ മരങ്ങളുണ്ട് അവിടെ, നല്ല രസമാണ് കേട്ടോ ഗൈസ് അവിടെ. പിന്നെ നല്ല കുറേ ആനകളും ഉണ്ട്, നല്ല രസമായിരുന്നു അവിടെ. പിന്നെ ആനയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. ചില ആൾക്കാർ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ഗൈസ്, ഒന്ന് പറയാൻ പറ്റുമോ? ഇതെന്താണെന്നൊരു കമൻറ്റ് ചെയ്യുക. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആനനെ. അപ്പോൾ ആനയുടെ പേര് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. പേര് പറയാനായാലും പേര് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇതൊന്ന് കണ്ടോക്ക് ഗൈസ്. ആനക്ക് ചോറ് കൊടുക്കണമാണ് ഗൈസ് കാണുന്നത്. നല്ല രസമുണ്ട് ഗൈസ്. അതുകൊണ്ട് അയാൾ വരെ സാമ്പാറിൽ മുക്കുക, ചോറെടുത്ത് കൊടുക്കുന്നത് അയാളെടുത്ത് തിന്നുക. ആന എടുത്തിട്ട് നല്ല രസമുണ്ട്. സാമ്പാറോ ചോറാണ്ടാണ് കൊടുക്കുന്നത്. ഇത് കണ്ട ഗൈസ്, ഇതിൻ്റെ അടുത്ത് കൂടെ ഒന്നും പോകാൻ പാടില്ലാത്ത ഒരു ദിവസം എൻ്റെ ഉപ്പാനെ പട്ടെടുത്ത് എറിഞ്ഞു ഇത്ര ഗൈസ്. ഇത് കാട്ടണ പുറം ചോറിനിട്ടാണ് പോയിച്ച്. പിന്നെ ഞങ്ങൾ എല്ലാം മടക്കി, സെൽഫി സ്റ്റിക്കൊക്കെ മടക്കിയത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് കുറേ അവിടേക്ക് കൊടുക്കുക, കുറച്ച് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടന്ന്. പിന്നെ കുറച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കിയത് അവിടെ ഏതാണ്ടൊരു അമ്പലം ഇത്ര, പണ്ടത്തെ അമ്പലം ഇത്ര. പിന്നെ വലിയൊരു ആന ഉണ്ടായിരുന്നു. എനിക്ക് ഓരോരോ സംശയങ്ങൾ എൻ്റെ ഉണ്ണിക്ക്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കണം. ഇത്ര ആനനെ കെട്ടിയില്ല, ആനനെ ഇതാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ കുറേ നടന്ന് വീണ്ടും കണ്ടിട്ടാണ് വയസ്സ്. ഞങ്ങൾ വീണ്ടും ആനക്ക് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കണം. എന്നിട്ട് കണ്ടു ഗൈസ്, കണ്ടോ നല്ല രസമുണ്ട്. കൊടുക്കണം തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട്. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്ന് എല്ലാം എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിൻ്റെ ഉണ്ണിക്ക്. അവനാണെങ്കിൽ ആനൻ്റെ അടുത്ത് പോലും പോകാൻ പേടി. കണ്ട വയസ്സ് ഒരു ആന കണ്ട അയച്ചിട്ടിക്കണ്, എന്നാണ്ട് ഓരോ ഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടിക്കണ്. അവിടെ നിന്നിട്ട് ആനനെ നോക്കുക. എൻ്റെ ഉണ്ണിക്കാണെങ്കിൽ ഓരോ സംശയങ്ങൾ ചോദിക്കുക, പിന്നെ ആന നിറവേറ്റി കൊടുക്കുക. അങ്ങനെയായിരുന്നു. പിന്നെ നടക്കുന്നു ഗൈസ്. പിന്നെ അതാ ഞങ്ങളെല്ലായിടത്തും കാണുകയാണ്. പിന്നെ കുറേ ആനകളൊക്കെ ഉണ്ട് അവിടെ. അവിടെ പട്ടെടുത്തിട്ട് എറിയാനൊക്കെ നിൽക്കുക അങ്ങോട്ട് പോകുമ്പോൾ ഗൈസ്. പിന്നെ അതാ ചെറിയ ആന എത്രണ്ട് വയസ്സ് ചോദിച്ചു. വയസ്സ് ചോദിച്ചപ്പോൾ 3 വയസ്സാണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 2-3 വയസ്സായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ ഞങ്ങളിങ്ങനെ ചോദിച്ചു. പിന്നെ അതാ സിൽമൻ്റെ വീട്. ഇത് നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകാൻ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് വലിയൊരു കൂട്ടത്തിൽ വലിയ ആനയായിട്ട് തോന്നിയതാണ്. പിന്നെ ഗൈസ് ഞങ്ങളിങ്ങനെ നടന്നു പോവായിരുന്നു. പിന്നെ ഞങ്ങൾ സ്വിമ്മിങ് പൂളിലേക്ക് പോകണ്ട, അതിൻ്റെ വീഡിയോ വരും. അതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഗൈസ്. പിന്നെ എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക. സ്വിമ്മിങ് പൂളിലേക്ക് പോകണ വീഡിയോ ഒക്കെ അത് ഇട്ടിട്ടുണ്ടായില്ലേ, അതൊന്ന് കണ്ടാൽ മതി. നല്ല വീഡിയോ ആണ്, നല്ല ഇഷ്ടമായി. അത് ഇട്ടിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. ഗൈസ് അപ്പം അതങ്ങനെ നടന്ന് പോവുകയാണ്. ഓരോന്ന് പറഞ്ഞ് ചോദിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ് ഗൈസ്. പിന്നെ അമ്പലത്തിൻ്റെ അതിൽ കൂടെ തന്നെ വീണ്ടും പോയി. പിന്നെ അതിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങി വീണ്ടും കണ്ടു ഗൈസ്. ആനക്ക് കൊടുക്കണത് ഓരോരോ ആനനെ നിർത്തിയിട്ട് ഓരോരോ ആൾക്ക് ഇങ്ങനെ ആനക്ക് കൊടുക്കണം ഗൈസ്. അടിപൊളിയായിരുന്നു ഗൈസ് അവിടെ. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു ഗൈസ്.
കുറച്ച് റീൽസ് എടുത്ത് വീണ്ടും കണ്ട് ഞങ്ങൾ ആന എന്താക്കിയുള്ളൂ 4 ആനേനാണ്ട് ഫുഡ് കൊടുത്ത് കഴിഞ്ഞവർ. ഞങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന സമയത്താണ് അവിടേക്ക് എത്തുന്നത്. ക്യാമറ ഒക്കെ ഓണാക്കിയിട്ടുണ്ട് എത്തുമ്പോൾ ഫുഡ് കൊടുക്കുന്ന ടൈമിലാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് പിന്നെ ഇറങ്ങി കുറച്ച് നടന്ന് എൻ്റെ ഉണ്ണി പറയണം അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അങ്ങനെ കുറേ വന്നോടത്തേക്ക് തന്നെ വീണ്ടും വന്ന് അങ്ങനെ വന്ന് പിന്നെ അങ്ങനെ നടക്കണം ഓരോ ആനനെയും കണ്ട് ഇങ്ങനെ നടക്കുക. നല്ല രസമുണ്ട് കേസ്. എന്താ ആനേനെ കാണാൻ കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. പിന്നെ അതായത് കോഡ് വീണ്ടും കണ്ടു കഴിച്ച് ഇതെന്താന്ന് ഒരു പിടുത്തം കിട്ടണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.